റഷീദ്, ഇന്ത്യക്കെതിരെ ശക്തമായ പ്രകോപനം തുടരുകയാണ് പാകിസ്ഥാൻ. പക്ഷേ അതിശക്തമായ മറുപടി നമ്മുടെ രാജ്യം, നമ്മുടെ സൈന്യം തിരിച്ചു നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിർത്തിയിൽ കശ്മീരിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? സുരക്ഷാ സേന എങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ വിലയിരുത്തുന്നത്? മനു, പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നും നിരവധിയായിട്ടുള്ള പ്രകോപന നടപടികളാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി കഴിഞ്ഞ ദിവസം ഇന്ത്യ നൽകുകയും ചെയ്തിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ ശക്തമായിക്കൊണ്ട് തന്നെ ഭീകരവാദികൾ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഭീകര പ്രവർത്തനങ്ങൾ നടക്കുന്ന പാകിസ്ഥാനിലെ 9 കേന്ദ്രങ്ങൾ ഇന്ത്യ ശക്തമായിട്ടുള്ളൊരു പ്രതികരണത്തിലൂടെ അല്ലെങ്കിൽ ഒരു ആക്രമണത്തിലൂടെ തകർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിന് പിന്നാലെ ഇപ്പോൾ നിലവിൽ വീണ്ടും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും പ്രകോപനപരമായിട്ടുള്ള സമീപനം തന്നെയാണ് തുടരുന്നത്. അതേസമയം ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകുമെന്ന ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഇന്ത്യൻ സേനയും മുന്നോട്ട് പോകുന്നത്. പ്രധാനമായും പാകിസ്ഥാൻ്റെ അതിർത്തി മേഖലകൾ, അതായത് ഇന്ത്യയും പാകിസ്ഥാനും അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ ഇന്നും ഈ പാകിസ്ഥാൻ സൈന്യം ഇന്ത്യൻ സൈന്യത്തിന് നേരെ വെടിവെച്ചിട്ടുണ്ട്. 13ാം ദിവസവും വെടിനിർത്തൽ കരാർ പാകിസ്ഥാൻ ലംഘിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകി എന്നുള്ള കാര്യം ഇപ്പോൾ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. കുപ്വാര, അഗ്നൂർ, പൂഞ്ച് തുടങ്ങിയിട്ടുള്ള മേഖലകളിലാണ് സൈന്യത്തിന് നേരെ വെടിവെപ്പ് ഉണ്ടായിട്ടുള്ളത്. അതേസമയം ഈ കഴിഞ്ഞ ദിവസം രാത്രിയിൽ, അതായത് പുലർച്ചയോടുകൂടി പാകിസ്ഥാൻ ഏറ്റിട്ടുള്ള കനത്ത പ്രഹരത്തിന് പിന്നാലെ വീണ്ടും ഷെല്ലാക്രമണം ആരംഭിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇന്നും കുപ്വാര മേഖലകളിൽ ഷെല്ലാക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സൈന്യമടക്കമുള്ള ആളുകൾ വിശദീകരിക്കുന്നത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ അപകടങ്ങൾ ഇതുവരെയും ഉണ്ടായിട്ടുള്ള സൈനികരൊക്കെ തന്നെയും സുരക്ഷിതരാണ് എന്നുള്ള കാര്യം ഇപ്പോൾ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും അതിർത്തി പ്രദേശങ്ങളിലടക്കം ശക്തമായിട്ടുള്ള പ്രകോപനം തുടരുന്നൊരു സാഹചര്യം തന്നെയാണുള്ളത്. അതേസമയം അതിർത്തി മേഖലകളിലും അതോടൊപ്പം അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും അതീവ ജാഗ്രതയിലാണ് സൈന്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം നാവികസേനയുടെയും കരസേനയുടെയും വ്യോമസേനയുടെയും നിരീക്ഷണ പറക്കലുകളൊക്കെ തന്നെയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിവിധ മേഖലകളിൽ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സേനാ വിഭാഗങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തരത്തിലൊരു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകും എന്ന് തന്നെ സൈന്യം നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ദ്വിവേന്ദ്ര ത്രിവേദി നൽകുകയും ചെയ്തിരുന്നു. അതായത് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രകോപനം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഒരു അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ട സാഹചര്യമില്ല, ശക്തമായി തിരിച്ചടിക്കാനുള്ള അനുവാദം നൽകിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസം കരസേനാ മേധാവി ഉദ്യോഗസ്ഥർക്ക് നൽകി